ഹായ് ഫ്രണ്ട്സ്, സൂപ്പർ കൺമണിയുടെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ആൻറ്റി അമ്മ ആ പാല് മാനസയെ കുടിപ്പിച്ചതിന് ശേഷം ഒരു ഉള്ളി കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാ ആൻറ്റി അമ്മ ഉള്ളി, ഇതും തിന്നാനാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എടി മണ്ടി, അതിനൊന്നുമല്ല. ഈ ഉള്ളി വെച്ചാലേ പനി വരുമെന്ന് പറഞ്ഞത്. പനി എന്തിനിപ്പോൾ വരേണ്ട ആവശ്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എടി പൊട്ടി, നാളെ ഞാനും നിൻ്റെ അമ്മയും കൂടെ ഒരു അമ്പലം വരെ പോകും. ഞങ്ങൾ എന്നിട്ട് വൈകിട്ട് തിരിച്ചെത്തുള്ളൂ. നിനക്കിത് രാത്രി വെച്ച് കിടന്നാൽ രാവിലെ ആകുമ്പോഴത്തേനും പനി വരും. അപ്പോൾ നീയും കൃഷി മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. പിന്നെ കൃഷി ആയിരിക്കും നിന്നെ പരിചരിക്കുന്നതും. പിന്നെ അങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും മാനസികമാണെന്നുണ്ടെങ്കിൽ ഒട്ടും കത്തുന്നില്ല പറയുന്നതിൻ്റെ പൊരുൾ എന്താണെന്നുള്ളത്. എടി മണ്ടി, നിനക്ക് പനി വരുമ്പോൾ ആരാ നിൻ്റെ കൂടെ ഉണ്ടാവുക? കൃഷല്ലേ. അപ്പോൾ നീ അവനോട് ഒരുപാട് ചായ്വ് കാണിക്കണം. ശുശ്രൂഷിക്കുന്ന സമയത്ത് നീ അവനോട് തൊട്ടും തലോടിയും ഒക്കെ ഇരുന്ന് പിന്നെ ബാക്കിയൊക്കെ സംഭവിക്കണം എന്നൊക്കെയുള്ള രീതിയിൽ മാനസയോട് പറഞ്ഞ് മനസ്സിലാക്കിക്കുന്നുണ്ട്. അതിൽ നിൻ്റെ മിടുക്ക് കാണിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മാനസിക അത് കേട്ട് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അതൊക്കെ ഞാൻ ഏറ്റു എന്നൊക്കെ പറഞ്ഞ് ആ ഉള്ളി സന്തോഷത്തോടു കൂടി വാങ്ങി കയ്യിൽ വെക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കൃഷി കാണിക്കുന്നുണ്ട്. കൃഷി ഇങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കൺമണിയൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. കൺമണിയും കൃഷിയും ഇങ്ങനെ കുളിക്കാനിങ്ങനെ നനഞ്ഞ് നിൽക്കുന്നതൊക്കെ ആയിട്ട് ഇങ്ങനെ ആലോചിച്ചിങ്ങനെ റൊമാൻറ്റിക് ആയിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ കൺമണിയെ ഓർമ്മ വന്ന് കൺമണിയെ വിളിക്കുകയാണ് കേട്ടോ കൃഷി. എന്താ കൃഷ്ണമണി, സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് വലിയ സുഖമൊന്നുമില്ല സാർ, ഞാൻ ആകെ ഇവിടെ ടെൻഷനിലാണ്. ആ വരുണിന് എന്ത് ചെയ്യുമോ എങ്ങനെ ചെയ്യുമോ എന്നൊന്നും അറിയുന്നില്ല. ഏട്ടനും ഏട്ടത്തിയാണെന്നുണ്ടെങ്കിൽ എന്നെ ഒരുപാട് ഫോഴ്സ് ചെയ്യുന്നുണ്ട്. പിന്നെ പോരാത്തതിന് ആ അനിരുദ്ധം കൂടെ ഉണ്ടല്ലോ, പോലീസ് പ്രൊട്ടക്ഷനൊക്കെ എന്തായാലും എത്തുന്ന തോന്നുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. നീ പേടിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞില്ലേ, ഞാനുണ്ട്. ഞാൻ നിന്നെ അവിടെ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുവരും. എന്തായാലും അച്ഛൻ്റെ സപ്പോർട്ട് ഉണ്ടല്ലോ, എനിക്കത് മതി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും നിസ്സാരമല്ല സാർ, ആ വരുൺ ചുമ്മാതിരിക്കില്ല. അവരെന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഇത്രയും ധൃതിപ്പെട്ടിങ്ങനെ ഓരോന്ന് നടത്താനും ചെയ്യാനും അവർ കൂട്ടാക്കിയില്ല. നമ്മളെക്കാത്ത് വലിയൊരു വിപത്ത് എന്തോ വരും എന്നൊക്കെ എൻ്റെ മനസ്സ് പറയുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. നാളെ രാവിലെ ഞാനായിരിക്കും നിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. നീ കൗതുക തുറന്ന് നോക്കുമ്പോൾ നീ എന്നെയായിരിക്കും കണി കാണുന്നത്. നീ സമാധാനത്തോടെ സന്തോഷത്തോടു കൂടി കിടക്ക് എന്നൊക്കെ പറഞ്ഞ് ഗുഡ് നൈറ്റ് പറഞ്ഞ് വെക്കുന്നുണ്ട്. അങ്ങനെ കൺമണിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വാക്ക് മനസ്സിൽ കരുതിക്കൊണ്ട് രാവിലെ വാതിൽ തട്ടുന്ന ശബ്ദം കേട്ട് പോയി തുറന്ന് നോക്കുന്നുണ്ട്. ആ സമയത്ത് വാതിൽ ഇടിച്ചു കയറി പോലീസ് ഓഫീസർ എത്തുന്നുണ്ട്. അങ്ങനെ ആകെ നെട്ടലോടുകൂടി നിൽക്കുന്നുണ്ട്. എടി നിനക്കെന്താടി ഒളിച്ചോടണോ? മര്യാദയോടെ അടങ്ങി ഒതുങ്ങി നിന്നോളണം. എന്തെങ്കിലും ഉടായ്പ കാണിക്കാൻ നോക്കിയാണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കൺമണി നല്ലോണം വിരട്ടുന്നുണ്ട്. ഈ ശബ്ദം കേട്ടിട്ട് ധനലക്ഷ്മി ഓടി എത്തുന്നുണ്ട്. വരുൺ പറഞ്ഞ പോലെ തന്നെ പോലീസുകാർ എത്തിയല്ലോ, എനിക്ക് സന്തോഷമായി. വരുൺ മോൻ റോക്സ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. മേഡം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു വരുന്നുണ്ട്. ആരടി നീ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അത് ഞാൻ ഇവളുടെ ഏട്ടത്തി അമ്മയാണ്, വരുൺ മോൻ പറഞ്ഞിരുന്നു എന്നോട് എന്നൊക്കെ പറയുന്നുണ്ട്. അടങ്ങി ഒതുങ്ങി നിന്നോളണം എല്ലാവരും, എൻ്റെ സ്വഭാവം ശരിക്കും അറിയില്ല എന്നൊക്കെയുള്ള ഇതിൽ ഇങ്ങനെ മിരട്ടുന്നുണ്ട്. ധനലക്ഷ്മിക്ക് ഒരുപാട് സന്തോഷമാവുന്നില്ല. ഇനിയിപ്പോൾ ഒന്നും പേടിക്കാനില്ല. ഇനി ആ കൃഷി ഇവിടെ കാല് കുത്തില്ല. എന്തായാലും ഇവർ തമ്മിലുള്ള കല്യാണം തന്നെ നടക്കുകയുള്ളൂ. മേഡം ഇവളെ നല്ലോണം ഒന്ന് ശ്രദ്ധിച്ച് നോക്കണേ. ഇവളെ കാണുന്ന പോലെയൊന്നുമല്ല, ഭയങ്കര ഇവൾക്ക് ഒളിച്ചോടാനായിട്ട് നിൽക്കുകയാണ് ആ കൃഷിൻ്റെ കൂടെ എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ വല്ലാതെ ഇതിൽ ഇടപെടുമൊന്നും വേണ്ട എന്നൊക്കെ ധനലക്ഷ്മിയോട് പറയുന്നുണ്ട് ആ പോലീസ് ഓഫീസർ. അങ്ങനെ ഞങ്ങൾക്ക് ഒരു ചായയും 2 ചായയും 1 പാലും എടുക്കുക എന്നൊക്കെ പറഞ്ഞ് ധനലക്ഷ്മി അടുക്കളയിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ കൺമണിയുടെ അടുത്തേക്ക് ആ പോലീസ് ഓഫീസർ ചെല്ലുന്നുണ്ട്. ആ സമയത്താണെന്നുണ്ടെങ്കിൽ കൺമണി നമ്മുടെ കൃഷാറിനെ ഫോൺ ചെയ്യുന്നുണ്ട്. കൃഷാറിനെ ഫോൺ ചെയ്ത് കിട്ടാത്തത് കൊണ്ട് തന്നെ ആ ഒരു അങ്കലാപ്പിൽ നിൽക്കുകയാണ്. ആ സമയത്ത് ഈ പോലീസ് ഓഫീസർ അടുത്ത് വന്ന് പറയുന്നുണ്ട്, കൺമണി നിനക്ക് എന്നെ മനസ്സിലായില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല എന്ന് പറയുന്നുണ്ട്. എടി എന്നെ നീ കണ്ടിട്ടില്ലേ കണ്ണമ്മ മേഡത്തിൻ്റെ കൂടെ? CI വത്സല, ഞാൻ നിന്നെ ഒരുപാട് കണ്ടിട്ടുണ്ട്. കണ്ണമ്മ മേഡം എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു കാര്യം ഞാൻ കണ്ണമ്മ മേഡത്തോട് അവതരിപ്പിച്ചിട്ടുണ്ട്. നിന്നെ വിളിക്കും എന്തായാലും. ഞങ്ങളുടെ കട്ട സപ്പോർട്ടുണ്ട് മോളെ നിനക്ക്. ആ വരുൺ പറഞ്ഞ അയാളെ നീ ഒരിക്കലും കെട്ടരുത്. നമുക്ക് ഇഷ്ടവും പൊരുത്തമുള്ള ആളെയല്ലേ നമ്മൾ കെട്ടി കല്യാണം കഴിച്ച് ജീവിക്കേണ്ടത്. ആ അനിരുദ്ധ സാറിൻ്റെ ഒരു കമാൻഡാണ്, അതുകൊണ്ട് മാത്രം ഞങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത്. എന്തായാലും മോൾക്ക് ഫുൾ സപ്പോർട്ട് ഞങ്ങളുടെ വകയുണ്ടാകും. ഇതൊക്കെ ഇവരെ കാണിക്കാനും ഇവരെ പേടിപ്പിക്കാനും വേണ്ടിയുള്ള വെറും ഒരു ഡ്രാമ മാത്രമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ട് ഒരുപാട് സന്തോഷവും ആശ്വാസവും ആവുന്നുണ്ട് കൺമണിക്ക്. എന്തായാലും ഈ പോലീസുകാരുടെ കട്ട സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ പറ്റുമെന്നുള്ളൊരു ആത്മവിശ്വാസം നമ്മുടെ കൺമണിക്ക് ഉണ്ടാവുന്നുണ്ട്. കൂടാതെ മോളെ, ആ സൈക്കോ അവൻ്റെ സ്വഭാവം പ്രകൃതിയൊക്കെ കണ്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. നീ ഒരിക്കലും ഒരു കാരണവശാലും നീ അവനെ കല്യാണം കഴിക്കരുത്. മോളുടെ ഭാവി വെറുതെ തൊലയ്ക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അതേ മേഡം, അത് തന്നെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. നീയേ ആ കൃഷ്ണനോട് ഇങ്ങോട്ട് വരാൻ പറയും, വന്ന് കൊണ്ടുപോകാൻ പറയും മോളെ, ഞങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് നല്ലോണം ധൈര്യം കൊടുക്കുന്നുണ്ട് കൺമണിക്ക്. പിന്നീട് ആ വത്സലയും അതുപോലെ തന്നെ
കോൺസ്റ്റബിളും ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൺമണിയുടെ അച്ഛൻ അടുത്തേക്ക് വരുന്നുണ്ട്. എന്താ മേഡം ഇവിടെ പോലീസുകാരൊക്കെ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ, നിങ്ങളുടെ മോളിനെ പ്രൊട്ടക്ഷൻ ചെയ്യാനായിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുക. നാളെ കല്യാണം എന്തായാലും നടന്നിരിക്കും. നിങ്ങളുടെ മകളുടെ ഒരു കള്ളക്കളിയും ഇവിടെ നടക്കില്ല. വരുൺമോൻ ഏൽപ്പിച്ചതാ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അയാൾ ആകെ ബേജാറായി നിൽക്കുന്നുണ്ട്. അങ്ങനെ വത്സല പറയുന്നുണ്ട്, അതെ, ഇതൊക്കെ ഞങ്ങൾ ഡീൽ ചെയ്തോളാം. നീ ഇതിൽ ഇടപെടുകയൊന്നും വേണ്ട. നീ അകത്തേക്ക് കയറിപ്പോന്ന് പറഞ്ഞ് ധനലക്ഷ്മി അകത്തേക്ക് പറഞ്ഞേക്കുന്നുണ്ട്. അതിനുശേഷം കൺമണിയുടെ അച്ഛനോട് പറയുന്നത്, അച്ഛൻ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. ഞങ്ങളെ കണ്ണമ്മ മാഡത്തിൻ്റെ ആൾക്കാരാണ്. ആ അനിരുദ്ധൻ സാറിൻ്റെ കണ്ണിൽ പൊടിയിടാനായിട്ട് ഞങ്ങൾ വന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അത് കേട്ട് സമാധാനത്തോടെ നിൽക്കുന്നുണ്ട് കേട്ടോ കൺമണിയുടെ അച്ഛൻ. പിന്നീട് ഓടി പോകുന്നുണ്ട് മനോജിൻ്റെ അടുത്തേക്ക്. മനോജേട്ടാ, പോലീസുകാരെത്തിയിട്ടോ, ഇനി നമുക്ക് പേടിക്കാനില്ല. ഇനി കൺമണിയുടെയും വരുണിൻ്റെയും കല്യാണം തന്നെയായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത്. എനിക്ക് സമാധാനമായി എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട് ഗോപു വേഗം തന്നെ എണീക്കുന്നുണ്ട്. അതെ, പോലീസ് വന്നു, അയ്യോ ഇനി എന്ത് ചെയ്യുന്നുള്ള രീതിയിൽ പെട്ടെന്ന് തന്നെ കൺമണിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. കൺമണിയാണെന്നുണ്ടെങ്കിൽ ക്രിഷ് സാർ വിളിച്ച് ഫോൺ എടുക്കാത്തതുകൊണ്ട് തന്നെ ആകെ ഒരു വിഷമത്തിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ അപ്പച്ചി പോലീസുകാർ എത്തിയിട്ടുണ്ടല്ലോ, ഇനി നമ്മൾ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എടാ, അതൊന്നും അത്ര വലിയ സീനില്ല. പോലീസുകാർ ആ കണ്ണമ്മ മാഡത്തിൻ്റെ ആൾക്കാരാണ്. എനിക്കറിയുന്ന ആര് തന്നെയാണ് ആ CI വത്സല. അവർ നമുക്ക് സപ്പോർട്ടാണ്. അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. എനിക്കിപ്പോൾ അതൊന്നുമല്ല. ക്രിഷ് സാറ് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ ഫോൺ എടുക്കാതിരിക്കുന്ന ഒരാളല്ല, എന്ത് പറ്റിയെന്ന് അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ഗോപു പറയുന്നുണ്ട്, എണീച്ച് കാണില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത്ര വൈകിട്ടൊന്നും എണീക്കാറില്ല. നേരത്തെ എണീക്കുന്ന ആളാണ്. ഇതിപ്പോൾ എന്ത് പറ്റിയെന്ന് അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്താണെന്നുണ്ടെങ്കിൽ കൃഷ് പെട്ടെന്ന് തന്നെ ഉറക്കത്തിൽ നിന്ന് എണീച്ച് ഫോൺ എടുക്കുന്നുണ്ട്. അങ്ങനെ ഫോൺ റിങ് ചെയ്യുന്നതായിട്ട് പെട്ടെന്ന് കൃഷ് എടുക്കുന്നതായിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്.